ഗർഭിണികളുടെ ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുക എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് അനീമിയ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾക്കായിട്ട് ഗർഭിണികളുടെ ഹീമോഗ്ലോബിൻ്റെ അളവും BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സിനായിട്ട് ഗർഭിണികളുടെ ഉയരവും തൂക്കവും പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രഗ്നന്റ് വുമൺ അഥവാ ഗർഭിണികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗർഭിണികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ അവരുടെ പേരിന് വലതുവശത്ത് കാണുന്ന 3 കുത്തിൽ തൊടുക. അപ്പോൾ ഇത്തരത്തിൽ ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് 3 ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഹെൽത്ത് ട്രാക്കിംഗ് എന്ന ഓപ്ഷനാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഹൈറ്റ് എന്ന ഭാഗത്ത് ഗർഭിണിയുടെ ഉയരം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. തൊട്ടു താഴെയുള്ള വെയിറ്റ് എന്ന ഭാഗത്ത് ഗർഭിണിയുടെ തൂക്കം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിൻ്റെ താഴെയായിട്ട് ഹീമോഗ്ലോബിൻ എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ ഗർഭിണിയുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. തുടർന്ന് താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് ഹെൽത്ത് ട്രാക്കിംഗ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനുകളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഫില്ല് ചെയ്യേണ്ട ഓപ്ഷൻ ഹെൽത്ത് ട്രാക്കിംഗ് ആണ്. തുടർന്ന് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, ന്യൂട്രീഷൻ ഇൻ്റർവെൻഷൻസ് തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഗർഭിണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് കോളങ്ങൾ കൃത്യമായിട്ട് ടിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെയുള്ള ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻസ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു ഗുണഭോക്താവ് ഏത് തരത്തിലുള്ള ആരോഗ്യ സംവിധാനമാണോ ഉപയോഗിക്കുന്നത് ആ ഓപ്ഷൻ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിലാണ് ഈ ഒരു 3 ഓപ്ഷനുകളും ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ പിന്നീട് ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരിൽ തൊട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് കെയർ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ്, ഹൈറ്റ്, വെയിറ്റ് തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് അനുസരിച്ച് ഈ ഗർഭിണിക്ക് അനീമിയ ഉണ്ടോ എന്ന വിവരം നമുക്ക് ഹെൽത്ത് സ്റ്റാറ്റസ് എന്നതിൻ്റെ നേരെ കാണാൻ സാധിക്കും. അനീമിയ ഉണ്ട് എങ്കിൽ ഇവിടെ അനീമിക് എന്ന് കാണാൻ സാധിക്കും. അനീമിയ ഇല്ല എങ്കിൽ നമുക്കിവിടെ നോർമൽ എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ഗർഭിണികളുടെയും ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് സമയാനുസൃതമായി തന്നെ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തണം. കൂടാതെ ഗർഭിണികളുടെ ഹൈറ്റ്, വെയിറ്റ്, ഹീമോഗ്ലോബിൻ്റെ അളവ്, അതുപോലെ തന്നെ ANC ഡേറ്റ് തുടങ്ങിയവ ആഡ് ജസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ ഓർ ANC ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനും കൂടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇതിൻ്റെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ പ്രകാരം ഗർഭിണിയുടെ വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.